അവരോട് ഒരു 10 ചോദ്യം ഈ കുറഞ്ഞ സമയത്ത് ചോദിക്കാമെന്നാണ് വിചാരിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ മക്കളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോന്ന്, ആശയവിനിമയം നടത്താൻ 18, 19, 20, 25 വയസ്സായ മക്കൾ ഇവിടെയൊക്കെ നിങ്ങൾ വർത്താനം പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. മക്കളോട് നിങ്ങൾക്കൊരു ആശയവിനിമയം സാധ്യമാകുന്നില്ലെങ്കിൽ സത്യത്തിൽ മക്കളെ പിടുത്തം നിങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളിൽ നിന്ന് അവർ വേറിട്ട് പോയി. കാരണം എപ്പോഴാണ് ഈ സംസാരം നിൽക്കുക എന്നറിയങ്ങൾ, അവർ ദിശ തെറ്റുമ്പോൾ അവിടെ കാഴ്ചപ്പാട് മാറുമ്പോൾ പിന്നെ നമ്മളോടൊന്നും പറയേണ്ട അവരവർക്ക്. നമ്മളെ കാഴ്ചപ്പാടും അവരെ കാഴ്ചപ്പാടും രണ്ടാവുമ്പോൾ അവർ തൽക്കാലം നമ്മളെ കാണാതെ വീട്ടിൽ വന്ന് കയറും, നമ്മളെ കാണാതെ ഇറങ്ങിപ്പോകും. അവൻ്റെ നമ്പറിൽ നിന്ന് എല്ലാവർക്കും ഫോൺ പോയാലും വാപ്പാക്ക് വരൂല, അവൻ അടുക്കളയിലേക്ക് വരൂല, ഉമ്മനോട് മിണ്ടില്ല, വാപ്പനോട് പറയില്ല. നമ്മുടെ മക്കളോട് നമുക്ക് എന്നും സംസാരിക്കണം. മരിക്കുന്ന തലേന്ന് പോലും നമ്മുടെ മക്കളോട് മറ്റാരോടും പറയുന്നതിലേറെ പറയാൻ കഴിയണം. എങ്ങനെ നമ്മൾ സംസാരിക്കാതെ അവർക്ക് ആശയവിനിമയം നടത്തുക? ലുക്മാൻ മകനോട് സംസാരിച്ചത് ഖുർആനിൽ എങ്ങനെ പറയാം? നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് നല്ലത് പറയണ്ടേ? ചോദ്യം പറയണമെങ്കിൽ വർത്താനം പറയണ്ടേ? നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരോട് നമുക്ക് പറയാനുള്ളതെല്ലാം തുറന്ന് പറയാനും അവർക്ക് നമ്മളോട് സംസാരിക്കാനും പറ്റണം. എന്താ സംസാരിക്കാൻ പറ്റാത്തത്? നമ്മളെപ്പോഴും അവർക്കിഷ്ടമില്ലാത്തതും അവർക്ക് താല്പര്യമില്ലാത്തതും പറയാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മോട് സംസാരിക്കാതിരിക്കും. എല്ലാതും സംസാരിക്കാൻ സുഹൃത്തുക്കൾ, വെറും ദീന് മാത്രമല്ല, അവൻ്റെ പഠനത്തിലും അവൻ്റെ ഭൗതിക കാര്യങ്ങളിലും അവൻ്റെ താല്പര്യങ്ങളിലും അവൻ്റെ വിനോദങ്ങളും എല്ലാം വാപ്പയുടെ വിഷയമാകണം, ഉമ്മയുടെ വിഷയമാകണം. എല്ലാറ്റിലും സംസാരിക്കുമ്പോൾ അവന് നമ്മളോട് സംസാരിക്കാതെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ആശയവിനിമയം നടക്കണം. മക്കളോട് ആശയവിനിമയം നടത്തണം എന്നുള്ളത് ഖുർആനിന്റെ കൽപ്പനയാണ്. തൻ്റെ മകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ ലുക്മാൻ തൻ്റെ മകനോട് പറഞ്ഞു. അപ്പോൾ മക്കളെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഉപദേശിച്ചുകൊണ്ടിരിക്കുക, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വാപ്പമാർ, രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു അടിസ്ഥാന കാര്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ മക്കളോട് ഉണ്ടെന്ന് നമുക്ക് നിർഭയത്വം പറയാൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ മക്കൾ ഇപ്പോൾ നമ്മുടെ കൺട്രോളിലാണ്. രണ്ടാമത്തൊരു കാര്യം, എന്തെങ്കിലും സുഹൃത്തുക്കളെ അടിസ്ഥാന വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയം കുട്ടികൾ പറയരുത്. ഇന്നത്തെ ഈ ലിബറലിസത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ റമദാനിക്ക് ഒരു വിദ്വാൻ പറഞ്ഞു, ഖുർആന്റെ പേരിലാണ്, ഖുർആൻ ഗവേഷണമായും ഖുർആന്റെ ഉത്സാരമാണ് അയാൾ പറയുന്നത്. ഖുർആൻ വെച്ചിട്ട് നോമ്പ് അത്ര നിർബന്ധമുള്ള കാര്യമില്ല, പ്രായശ്ചിത്തം കൊടുത്താലും മതി. ഈ നോമ്പ് എല്ലാവരും നോൽക്കണം എന്നില്ല. ഖുർആനിൽ നോമ്പ് നോൽക്കുന്നവർക്ക് നോൽക്കാം, ബാക്കിയുള്ള ഒരു പ്രായശ്ചിത്തം കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാതെ നോമ്പ് എല്ലാവർക്കും ഖുർആൻ. പുതിയ പുതിയ ആശയങ്ങൾ പറയാണ് സുഹൃത്തുക്കൾ. എന്തെങ്കിലും പുതിയ പുതിയ ആശയക്കുഴപ്പങ്ങൾ ആളുകളിൽ ഉണ്ടാക്കുക. നമ്മുടെ കുട്ടികളിലൊക്കെ പെട്ടെന്നത് മനസ്സിൽ വരും. കാരണം അത്രമാത്രം പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിനുണ്ട്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറങ്ങിയ രാത്രി മാത്രമേ ഉള്ളൂ, പിന്നല്ല. പുതിയ പുതിയ ആശയങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ അത് സ്വാധീനിക്കും. പിന്നെ എല്ലാ മതങ്ങളും ശരിയാണ്, നമ്മൾ ഇന്നൊരു മതം മാത്രമേ ശരിയുള്ളൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു തീവ്രവാദമാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ചില ആശയങ്ങൾ കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്കുണ്ടാവേണ്ട അടിസ്ഥാന ബോധം എന്താണ്? അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ശരി. അതിൻ്റെ അപ്പുറത്തേക്ക് അതിലെത്ര അയുക്തി തോന്നിയാലും അതെത്രമാത്രം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാതെ വന്നാലും ഖുർആനിലുണ്ടോ അതിനേക്കാളും വലിയൊരു ശരിയില്ല. വമൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാളും സത്യം പറയുന്ന മറ്റൊരാളില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ശരിയായ വഴി പറയാൻ മറ്റൊരാളില്ല. അതാണ് അടിസ്ഥാനപരമായ വിശ്വാസം. ഇത് ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സംശയാലുക്കളാണ്. അങ്ങനെ സംശയാലുക്കളാണ് ഉറപ്പ് നമ്മുടെ കുട്ടികൾ ദീനിൽ നിന്ന് തെറിച്ചു പോകും. അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അടിസ്ഥാന വിശ്വാസങ്ങൾ അവർക്കുണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സംശയമില്ലാത്തവരാണ് നമ്മുടെ മക്കൾ. മൂന്നാമത്തൊരു കാര്യം, ദീനിനെക്കുറിച്ചും ദീനിൻ്റെ ആളുകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ടോന്നാണ്. ഇപ്പം എങ്ങനെയാണ് ദീൻ എന്ന് അറിയുമ്പോൾ ഇപ്പം എന്താ, നമ്മൾ ഈ നാടുകളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കാണ് നമ്മളിപ്പോൾ ദീൻ എന്ന് പറയാം അല്ലേ. ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗമായിരിക്കും. ഒരു പള്ളിയാണെന്ന് കണ്ടാൽ ആ പള്ളിക്ക് ഒരു സംഘടന ഉണ്ടാവും, അല്ലാതെ ഒരു പള്ളി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സംഘടനക്കാരോടും വെറുപ്പാണ്. ഇതൊക്കെ ഗ്രൂപ്പിസാണ്, ഇതൊക്കെ നേതാക്കന്മാരെ ദുനിയാവ് നേടാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ടാക്കാനാണ്. ഇങ്ങനെ അവമതിപ്പുണ്ടാക്കിയിരിക്കാൻ ഏതൊക്കെ പണ്ഡിതന്മാരും ഏതൊക്കെ പ്രസ്ഥാനക്കാരും ഏതൊക്കെ മത നേതാക്കളുണ്ടോ അവരെക്കുറിച്ചൊക്കെ അവമതിപ്പുണ്ടാക്കിയിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആരെയും അറിയില്ല, നമ്മുടെ കുട്ടികൾക്ക് ഒരു ദീനിൻ്റെ ആൾക്കാരെ അറിയില്ല. അവരാരുടെയും പ്രഭാഷണങ്ങൾ കേൾക്കുന്നില്ല, ഒരാളുടെയും പ്രസംഗം അവർ കേൾക്കുന്നില്ല. കാരണം എന്താ? ഇതൊക്കെ ഗ്രൂപ്പിസമാണ്, പ്രശ്നമാണ്. ഈ ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കിയാൽ സുഹൃത്തുക്കൾ അവർ ദീനുണ്ടാവില്ല. പിന്നെ അവരെവിടുന്നത് കേൾക്കുക? എല്ലാ സോഴ്സുകളെയും
നമ്മൾ അവർക്ക് അന്യമാക്കി കളഞ്ഞാൽ അവർക്ക് എവിടുന്ന് അത് കിട്ടുക? എവിടുന്ന് കിട്ടൂല? അപ്പോൾ ദീനിൻ്റെ ആളുകളെക്കുറിച്ചും ദീനിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദീനിയായ സോഴ്സുകളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നമുക്കിടയിൽ നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അതുമായി ബന്ധമുണ്ടാവൂ. അതിനെക്കുറിച്ച് അപമതിപ്പ് ശ്രദ്ധിക്കാതെ മതിപ്പുണ്ടാക്കാൻ ശ്രമിക്കാം. പിന്നെ നോക്കൂ, നിങ്ങൾ നാലാമത്തൊരു കാര്യമായി തോന്നിയത്, ഈ കുട്ടികൾക്ക് നല്ല സമയമാണ്, അവർക്ക് നല്ല ആരോഗ്യവും നല്ല ഊർജ്ജവും നല്ല ചിന്താശേഷിയൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് താല്പര്യമുള്ള ഏത് മേഖല, നിങ്ങളുടെ കുട്ടിക്ക് താല്പര്യമുള്ള കാര്യം എന്താ? അത് നമുക്ക് അറിയണ്ടേ സുഹൃത്തുക്കളെ? നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മകൾക്കും മകനും ഏറ്റവും താല്പര്യമുള്ളത് എന്താണ്? ആ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് തെറ്റല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതിന് പ്രോത്സാഹനവും അതിന് കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവർ മുന്നോട്ട് പോകും. അതിനെ തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്, അവനൊരിക്കലും നമ്മൾ അനുസരിക്കില്ല. നല്ല എന്തെങ്കിലും കാര്യങ്ങളിൽ സമയം വിനിയോഗിക്കുന്ന ഒരു അവസ്ഥ, വെറുതെ വീട്ടിൽ നിന്ന് ഫോൺ നോക്കുക, അങ്ങാടി കൂടി നടക്കുക, ഇതിൻ്റെ അപ്പുറത്തേക്ക് സീരിയസ് ആയി ഗൗരവപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യമില്ലാതെ നമ്മുടെ കുട്ടികളെ ഇന്നത്തെ കാലത്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകുക നമുക്ക് പ്രയാസമാണ്. ആലോചിച്ചു നിങ്ങൾ, അഞ്ചാമത്തൊരു കാര്യം, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്? അത് ഖുർആനികമായൊരു ചോദ്യമാണ്. നമ്മുടെ മക്കൾ എന്താ ആവേണ്ടത്? എന്താണ് ആ മക്കളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഏത് മക്കളില്ലാത്ത സമയത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പോലും ഇബ്രാഹിം നബി എങ്ങനെ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ എനിക്കൊരു നല്ല കുട്ടിയെ കൊണ്ട്, ഒരു സാലിഹായ സന്താനം, ഒരു നല്ലവനായ ഒരു മകൻ നമ്മൾ ആഗ്രഹിക്കില്ല സുഹൃത്തുക്കളെ. ചില ആളുകളെയൊക്കെ കാണുമ്പോൾ എന്തൊരു നല്ല മനുഷ്യൻ, നമ്മളെ മക്കളൊക്കെ എങ്ങനെ ആയെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകില്ല. ഒരു നന്മയുള്ള, നാട്ടിനുപകാരപ്പെടുന്ന, ദീനിനുപകാരപ്പെടുന്ന, അവന് തന്നെ ഉപകാരപ്പെടുന്ന, മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല മകനുണ്ടാകുക എന്നാണ്. നീ എനിക്ക് തരണം, നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് ഒരു സന്താനത്തെ തരണം എന്ന് അള്ളാഹുവോട് ചോദിക്കണം. ആ സന്താനം എങ്ങനത്തെവനാകണം? കുട്ടി ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ. 6-ാം വയസ്സിൽ ഏത് സ്കൂളിൽ ചേർക്കണം എന്ന് ആലോചിക്കുമ്പോഴല്ല, കുട്ടി ഉണ്ടായിട്ടില്ല. സക്കരിയ നബി ഒരു കുട്ടിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ പറയാണ്, എന്നെയും യാക്കൂബിന്റെ കുടുംബത്തെയും ഒക്കെ അനന്തരമെടുക്കാൻ പറ്റുന്ന, ദീനിയായ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന, ഞങ്ങളുടെ കുടുംബ പരമ്പരക്കും ഈ സമൂഹത്തിനും മത നേതൃത്വമായി തീരുന്ന ഒരു മകനെ എനിക്ക് നീ തരണം റബ്ബേ. നീ തൃപ്തിപ്പെടുന്ന, നിന്നെ തൃപ്തിപ്പെടുന്ന ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് തരണം എന്നാണ് ചോദിച്ചു. മക്കളെ നല്ലവരാകണം എന്ന് ആഗ്രഹിച്ച് ലക്ഷ്യത്തോടെ വളർത്തുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? മറ്റൊരു കാര്യം, നിങ്ങളുടെ മക്കളെ കൂട്ടുകാരെ നിങ്ങൾക്ക് അറിയില്ലേ സുഹൃത്തുക്കളെ, അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ കൂട്ടുകാരെ, അവരൊപ്പം നിങ്ങളെ മകൻ നടക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന കൂട്ടുകാരുടെ കൂടെയാണോ അവൻ എന്ന് നിങ്ങൾ ആലോചിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ മക്കളെ തിരിച്ച് കിട്ടൂല സുഹൃത്തുക്കൾ. ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരാൾ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തായാലും ലഹരി ഭയങ്കര ആസ്വാദനമുള്ളതാണെന്ന് പറയണം. ലഹരി ഒരിക്കലെങ്കിലും ഒന്ന് ആസ്വദിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്കൊന്ന് കൈപൊന്തിക്കണം എന്നാണ്. ആരും കൈപൊന്തിക്കാതിരുന്നില്ല എന്നവൻ. അവരാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെന്നല്ല, പക്ഷെ എന്നാൽ ലഹരി എപ്പോഴെങ്കിലും ഒന്ന് അതിൻ്റെ രുചി അറിയാൻ ആഗ്രഹിക്കുന്ന, അപ്പം ആ ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതെപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക? നിങ്ങൾ അവനൊരു കൂട്ടുകാരനെ കിട്ടുമ്പോൾ, ഒരു കൂട്ടുകാരനെ കിട്ടുമ്പോൾ അവൻ്റെ തെറ്റായ എല്ലാ ആഗ്രഹങ്ങളും അവൻ പൂർത്തീകരിക്കും. അതുകൊണ്ട് കൂട്ടുകാരാരെന്നുള്ള പ്രധാനം, നമ്മളെ കുട്ടികളൊപ്പം ആരാണ് നടക്കുന്നത് എന്നാണ്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ഫിൽ മുഖാരീനി യഖ്തദി. നീ ഒരുത്തിനെ പറ്റി ചോദിക്കണ്ട, ഓൻ്റെ ഒപ്പം നടക്കണവനെ പറ്റി ചോദിച്ചാൽ മതി. നീ ഒരാളെ പറ്റി ചോദിക്കണ്ട, ഓൻ്റെ കൂടെ ആരാന്ന് ചോദിച്ചാൽ മതി. അപ്പം അറിയാം അവൻ്റെ കോലം. എൻ്റെ കുട്ടി ഓലപ്പം നടക്കണേ, പക്ഷെ ഓൻ അത്ര മോശമൊന്നല്ല, ഓലമാതിരിയല്ല. എങ്ങനെ അവരെ കൂടെ തന്നെയാണ് നടക്കുന്നത്, പക്ഷെ എൻ്റെ കുട്ടി ഒരു മോശക്കാരനല്ല. നിങ്ങൾ എങ്കിൽ മോശക്കാരനാകുന്ന ഒരു സമയം വരാനുണ്ട് എന്നാണ്. അർറജ്ലു അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. സുഹൃത്തിൻ്റെ മതത്തിലാണ് ഓരോരുത്തരും, ആരുമായി കൂട്ടുചേരുന്നു എന്ന് അവൻ പരിശോധിക്കട്ടെ എന്നാണ്. സുഹൃത്തുക്കൾ, നമ്മുടെ മക്കൾ ബോധപൂർവം നല്ലവരാകാൻ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? 9 മണി കഴിഞ്ഞാൽ മൊബൈൽ നോക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമമുണ്ട് നമ്മുടെ വീട്ടിൽ സുഹൃത്തുക്കൾ. ഒരു 9 മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം. രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം? അവൻ ഒരു പേജ് ഖുർആൻ ഓതണം. 5 നേരം നിസ്കരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല.
നിനക്ക് ഈ വീട്ടിൽ കയറണമെങ്കിൽ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ, നീ ഇവിടുത്തെ ഒരു മെമ്പറാകണമെങ്കിൽ 5 നേരം നിസ്കരിച്ചിരിക്കണം. അങ്ങനെ വല്ല നിയമങ്ങളുണ്ട്. അങ്ങനത്തെ നിബന്ധനകളും നിയമങ്ങളും ഇല്ലാത്തൊരു കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നും ഒരു കുട്ടിയും നന്നായി വന്നിട്ടില്ല. ഒരു കുട്ടിയും നന്നായി വന്നിട്ടില്ല. എല്ലാ നന്മകളും വീട്ടിലുണ്ടാകുന്ന നിയമങ്ങളിൽ നിന്നാണ് അവിടുന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കൾ. ഒന്നും കൂടി, നമ്മുടെ കുട്ടികളെ നമുക്ക് വിശ്വാസമാണ്. പോയിക്കോട്ടെ, 4 ദിവസം എവിടെ പോയാലും ഒന്നും സംഭവിക്കില്ല. അവനൊരു 500 രൂപ അവൻ്റെ കയ്യിൽ കൊടുത്താലും ഒന്നും സംഭവിക്കില്ല. അവനൊരു മൊബൈൽ വാങ്ങിക്കൊടുത്താലും അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവും. നമുക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ മക്കളെ നമുക്ക് വിശ്വസിക്കാവുന്ന രൂപത്തിൽ അവർക്ക് അടിസ്ഥാനപരമായ ബോധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ് മക്കൾക്ക്, എന്ത് കാര്യത്തിനാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളൊരു ഗൗരവത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. വാപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പമുള്ള ഈ ഒരു വെക്കേഷൻ സമയത്ത് അടുത്ത പ്രാവശ്യം അവരെവിടെ കൊണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോൾ, നാട്ടിലെ മക്കൾ കാണിക്കുന്ന അക്രമങ്ങളും അരാജകത്വങ്ങളും കാണുമ്പോൾ നമ്മുടെ മക്കളുടെ പാപങ്ങൾ നമുക്ക് പരലോകത്ത് ശിക്ഷയായി വരും എന്ന് ആലോചിക്കുമ്പോൾ അവരിലൊരു മാറ്റമുണ്ടാക്കാനുള്ള ബോധമായ പരിശ്രമം ഇനിയെങ്കിലും നമ്മുടെ ഭാഗത്ത് വേണം. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവും.